ബ്രോ ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. ബ്രോയുടെ പേര് പറയൂ. പെൻസിലോ? ഞാൻ തീരെ എന്താണ് പേര്? എംസാൻഡോ? ബെൻസാൻഡിയോ. ഓക്കെ ബ്രോ ഫൈൻ. ബ്രോയുടെ ഏജ് എത്രയാണ്? 23. ഓക്കെ നൈസ്. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പൊ ഒരു ടാസ്ക് ബ്രോയ്ക്ക് തരാം. ബ്രോ 1-ന്റെ 3-ന്റെ ഇടയ്ക്കുള്ള നമ്പർ മനസ്സിൽ വിചാരിച്ചേ. വിചാരിച്ചോ? അതിൻ്റെ കൂടെ 1 കൂട്ട്. 1 കൂട്ടിയോ? 3 അല്ലേ ബ്രോ ആൻസർ? 3 അല്ലേ ആൻസർ? അത്രേ ഉള്ളൂ ബ്രോ. ഇതാണ് പോയി എന്റെ കുട്ടിയുടെ പേരെന്താണ്? അയ്യോ ഓക്കെ നസ്രിയ. എത്രയുണ്ട് ഏജ്? 20. ഓക്കെ നസ്രിയ, ഞാനിപ്പം ഒരു ഇത് പറയാം. അത് കറക്റ്റ് നസ്രിയ എൻ്റെ അടുത്ത് തിരിച്ച് പറയണം. ഓക്കെ, 1-നും 3-നുള്ളൊരു സംഖ്യ മനസ്സിലായിരിക്കും നസ്രിയ. ആ വിചാരിച്ചോ? ആ അതിൻ്റെ കൂടെ 1 കൂട്ട്. 3 അല്ലേ ആൻസർ? ഇതാണ് ഒരു മെന്റലിസ്റ്റിന്റെ കഴിവ്. ഞാൻ ഒരു മെന്റലിസ്റ്റ്. ഇനി ഒരു വീഡിയോയും കൂടെ ഉള്ളൂടാ. മൗസ് കണ്ടല്ലോ. ഓക്കെ, ഇത് ഞാൻ ഇൻവിസിബിൾ ആക്കാൻ പോവാണ്. ഓക്കെ, ഐ എം കൗണ്ടിങ് ഓൺ. നസ്രിയ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ. ഒരു 3 സെക്കൻഡ് കണ്ണടക്കേ. ഞാൻ പറയുമ്പോ ഇനി തുറക്കാം. അടച്ചോ? 1 2 3. ചേച്ചി പ്ലീസ് പാടല്ലേ. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. ബ്രോ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് തുമ്പിയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം ഞാനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ഞാനാണ്. ഞാൻ ഈ സമയത്ത് ലൈവ് വന്നാണോ നിങ്ങളുടെ പ്രശ്നം? അത് പറ. അതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണ് ഞാൻ ലൈവ് എടുത്താൽ. എടേ ഇവന്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കോ ഇങ്ങനെ? മിടുക്കനായിരുന്നു. എന്തോ കുറച്ചുകളായിട്ടപ്പോൾ ഭൂലോക തോൽവി